ഹലോ ഫ്രണ്ട്സ്, ബീറ്റ ഫിഷിനെ കുറിച്ച് കുറച്ച് ഹിസ്റ്ററി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീറ്റ ഫിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് 19-ാം നൂറ്റാണ്ടിൽ തായ്ലാൻഡിലെ ഒരു അന്നത്തെ ഗ്രാമമായ സിയാം, ആ ഗ്രാമങ്ങളിൽ ആളുകൾ നെൽപ്പാടങ്ങളിൽ നിന്ന് ബീറ്റ മത്സ്യങ്ങളെ പിടിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്നത് കാണാൻ ഒത്തുകൂടുമായിരുന്നു. ഈ മത്സ്യങ്ങളുടെ പോരാട്ട വീര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ വാർത്ത അന്നത്തെ രാജാവായ കിങ് രാമ മൂന്നിൻ്റെ കൊട്ടാരത്തിലെത്തുന്നത്. ഈ രാജാവാകട്ടെ ഇവയുടെ പ്രത്യേക സ്വഭാവത്തിൽ ആകൃഷ്ടനാവുകയും അവയെക്കുറിച്ച് പഠിക്കാനും വളർത്താനും പ്രോത്സാഹനം ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ചില ബീറ്റ മത്സ്യങ്ങൾ വിദേശ പ്രകൃതി ശാസ്ത്രജ്ഞന്മാർക്ക് സമ്മാനമായി അയച്ചു കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതോടെയാണ് ഈ ചെറിയ മത്സ്യങ്ങൾ ലോകത്തിന് ശ്രദ്ധ നേടാനും ലോകം അവയെ കാണാനും തുടങ്ങിയത്. പിന്നീട് വാലിൻ്റെ നിറവും ആകൃതി മെച്ചപ്പെടുത്തി ഇന്ന് കാണുന്ന മനോഹരമായ അലങ്കാര ബെറ്റ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവം ബെറ്റ ഫിഷ് ഒരു സാധാരണ നെൽപ്പാടത്തിലെ മത്സ്യങ്ങളിൽ നിന്നും ലോകമെമ്പാടും പ്രശസ്തമായ അക്വേറിയം മത്സ്യമായി മാറിയ യാത്രയിലെ പ്രധാന നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് തായ്ലാൻഡ്, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലെ നെൽപ്പാടങ്ങൾ, ചെളിക്കുളങ്ങൾ, മന്ദഗതിയിലുള്ള ജലാശയങ്ങൾ എന്നിവയാണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥ. ഏകദേശം 150-200 വർഷങ്ങൾക്ക് മുമ്പ് തായ്ലൻഡിൽ ആളുകൾ ബെറ്റ മത്സ്യങ്ങളുടെ പോരാട്ട സ്വഭാവം കാരണം അവയെ വളർത്താൻ തുടങ്ങി. അന്നത്തെ കിങ് രാമ 3 ബെറ്റ മത്സ്യങ്ങളോട് താല്പര്യം കാണിക്കുകയും അവയെക്കുറിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തതായി ചരിത്രത്തിൽ പരാമർശമുണ്ട്. പിന്നീട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എത്തിച്ച ശേഷം നിറം, വാൽ, ശരീരഘടന എന്നിവ മെച്ചപ്പെടുത്തി നിരവധി അലങ്കാര മത്സ്യങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇന്ന് ലോകമെമ്പാടുമുള്ള ഏറ്റവും ജനപ്രിയമായ അക്വേറിയം മത്സ്യങ്ങളിൽ ഒന്നാണ് ബെറ്റ ഫിഷുകൾ. ബെറ്റ മത്സ്യങ്ങൾ വളരെ പ്രാദേശിക സ്വഭാവമുള്ളവയാണ്. അതിനാൽ 2 ബെറ്റകളെ ഒരേ ടാങ്കിൽ വയ്ക്കാറില്ല. ഇവയ്ക്ക് വായുവിൽ നിന്ന് നേരിട്ട് ശ്വസിക്കാൻ സഹായിക്കുന്ന ലാബ്രന്തിൻ അവയവം ഉള്ളതിനാൽ ഓക്സിജൻ കുറവുള്ള വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. ശരിയായ പരിപാലനത്തോടെ സാധാരണ 3-4 വർഷം വരെ ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. കൂടുതൽ ബീറ്റ ഫിഷിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.